ഹലോ ആരാ? പ്രൊഫസ്റ്റീവില്ലേ? അതെ. വരാൻ പറഞ്ഞു ഇങ്ങോട്ട്. ആര്? അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അവാർഡോ? എനിക്കൊരു അവാർഡ്. ആർക്ക് അവാർഡ്? തലക്ക് സുഖമില്ലാത്ത ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു ഇവിടെ. തലക്ക് സുഖമില്ലാത്തവർക്ക് അവാർഡ്? തലക്ക് സുഖമില്ലാത്ത ആൾക്കാർക്ക് ആരാ പറഞ്ഞു? ഇവിടുന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? എന്തോ ഒരു പഠിത്ത് വിളിച്ചിട്ടുണ്ടോ? സ്വരാജിന്റെ പേരിൽ വല്ല അവാർഡ് ഏർപ്പെടുത്തി? എന്റെ പേരിലൊന്നും ഇല്ല. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നായരുട്ടി വിളിച്ച് പറഞ്ഞു. നായരുട്ടി വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു നിങ്ങക്ക് ഇവിടെ അവാർഡ് ഉണ്ട്, ഗുഡ് ബൈ. അപ്പൊ മനസ്സിലായി, ശ്രീകണ്ഠൻ നായർ സാറായിരിക്കും. അവിടെ ഇത് തലക്ക് സുഖമില്ലാത്തൊരു പെൺകുട്ടിക്ക് ഇവിടെ അവാർഡ് കൊടുത്തിരുന്നു. ചേട്ടാ, അത് 3 മണി എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട്. ആ കുട്ടി അതിനകത്ത് ഇച്ചിരി തലയ്ക്ക് സ്ഥിരമില്ലാതായിട്ട് അഭിനയിക്കുവാണ്. ആ അഭിനയത്തിനാണ് നമ്മൾ അവാർഡ് കൊടുത്തത്. ശരിക്കും അതിന് കുഴപ്പമൊന്നുമില്ല. അഭിനയിച്ചതിനാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ അഭിനയിച്ചതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒറിജിനൽ ആൾക്കാർക്കല്ലേ കൊടുക്കേണ്ടത്, ശരിക്കും തകരാറുള്ളവർക്ക്. ഇവിടെ അഭിനയത്തിനാണ് വില. അതല്ലേ നല്ല മനുഷ്യന്മാര് ചെയ്യാ. എന്താ നിങ്ങളെ പേര്? എന്റെ പേര് ശശി. ശശി. ആ പേരാണ് കറക്റ്റ് ചേരുന്നത്. ആണേ, താങ്ക് യു. അല്ല, അവാർഡ് ഉണ്ടോ? അവാർഡ് അങ്ങനെ കൊടുക്കുന്നില്ല. അയ്യോ, അതൊക്കെ വിട്ടേക്കൂ. എന്താണ് ബാബേട്ടാ? ഞാൻ ബാബുട്ടനല്ല സുഹൃത്തെ ശശി, ഞാൻ സുരാജ് ആണ്. ഞാൻ എന്റെ എല്ലാരും ബാബേട്ടനാ വിളിക്കാ. ആണോ? ഞാൻ എന്റെ അമ്മനൊക്കെ ബാബേട്ടനാണല്ലോ വിളിക്കല്. എത്രയോ കാലായിട്ട് കൂടിയാണ് കേട്ടോ. ഇത് ഷോക്ക് അടിച്ചാൽ മതി. ഇത് ഷോക്ക് വെച്ചാൽ അല്ല, ഷോക്ക് അടിച്ചാൽ മതി. ഷോക്ക് അടിപ്പിച്ചില്ലല്ലോ. ആണോ? എന്നിട്ട് മാറിയില്ല. എന്നിട്ട് അവിടുത്തെ ഫീസ് അടിച്ചു തരാ. ഓ, ശരിക്കും ട്രാൻസ്ഫോമർ അടിച്ചു പോവേണ്ടതാ നിങ്ങളുടെ ഈ ഷേപ്പ് വെച്ചിട്ട്. ശരിക്കും എത്ര കാലമായി ഈ ഇത് തുടങ്ങിയിട്ട്? എന്ത് ഇത് സംഭവം? സുഖേടൊന്നുമില്ല കേട്ടോ. ഞാൻ ഭയങ്കര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കറക്റ്റ് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ പറയുള്ളൂ. ആര്? ഈ ഇങ്ങനെയുള്ള സുഖമില്ലായ്മ അല്ലെങ്കിൽ നല്ല സുഖമുള്ള ആൾക്കാരുണ്ടല്ലോ, ബോധമുള്ള ആൾക്കാർ, അവരിങ്ങനെ പറയും. അല്ലേ? കൂട്ടുകൈ പൊളിച്ചാഞ്ഞ് ഗുളിക കഴിക്കുന്നില്ല ഇപ്പൊ. എന്ത് കാര്യത്തിനും മോനെ എനിക്ക് ഒരു തകരാറില്ലല്ലോ. ഇത് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇത് തന്നെ സാധനം ചേട്ടനും പറയണം. ആ ഗുളിക എടുത്ത് അങ്ങനെ കൊടുക്ക്, ഞാൻ കഴിക്കട്ടെ. നിങ്ങളെല്ലാരും ഈ ഗുളിക കൈ പിടിച്ചിറക്കാൻ എല്ലാവർക്കും കഴിച്ചുകൊടുന്നാല് ശരിയാ, അങ്ങ് അറ്റത്ത് തൊട്ട് തുടങ്ങ്. ഞാന് ഞാൻ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാളാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാണ്. ഞാന് എന്റെ പരേ നോക്കിയാല് അപ്പുറത്തെ മാമന്റെ വീട് ഇങ്ങനെ കാണട്ടോ. വലിയ വീടാണ് നമ്മള്. മാമന്റെ വീട് ആ വീടിന്റെ അകത്തായിരുന്ന കിടന്നത്. അല്ല, ഞാൻ പുറത്തുനിന്ന് നോക്കും. എന്റെ വീട്ടിൽ നിന്ന് മാമന്റെ വീട്ടിൽ നോക്കിക്കോളൂ. അങ്ങോട്ട് മാമനെ അടുപ്പിക്കൂല. എന്തൊരു സ്വഭാവം മാമന്. അങ്ങോട്ട് തൊടി കയറിയ കയ്യും കാലും കൊത്തിക്കാന്ന് എനിക്കറിയില്ല. അപ്പൊ മാമന്റെ വീട്ടിൽ ഞങ്ങള് പാവപ്പെട്ടവരാണ്. ഞങ്ങൾ മാമന്റെ വീട്ടിൽ നോക്കിക്കുമ്പോ മാമന്റെ വീട് ഇങ്ങനെ കാണുമ്പോ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാ. ഞാൻ തിരക്കല് മാമന്റെ വീട് ഇങ്ങനെ കാണുമ്പോ എനിക്ക് തോന്നി മാമന്റെ വീടിന് തീയിട്ടാലോന്ന് തോന്നി. എന്നിട്ട് ഞാന് റേഷൻ ഷോപ്പിൽ പോയിട്ട് മണ്ണെണ്ണ വാങ്ങിയിട്ട് ഇവരെല്ലാം ആരുമില്ലാത്ത സമയം നോക്കി മാമന്റെ വീടിന്റെ മേൽക്കൂടെ കൊച്ചിട്ട് തീയിട്ടാക്കി. എന്റെ ദൈവമേ, ചിരിക്കണ അടിച്ചാലേ കത്തിച്ച്. അവരുടെ നാട്ടിൽ ഇങ്ങനെ കത്തിച്ച് കഴിയുമ്പോ ഇങ്ങനെ കാണിക്കും. അത് ശരി. എന്നിട്ട് ആരും കണ്ടില്ല? ആരും കണ്ടില്ല. ഞാനും കാണാൻ ഞാൻ എന്നിട്ട് കവലയിൽ ഇങ്ങനെ റോട്ടമിൽ ഇങ്ങനെ പോയി നിൽക്കുക. അവിടെ അമ്മാവന്റെ കൂടെ എന്റെ വീട് ഇങ്ങനെ കത്തലോട് കത്തല്. ഞാനിങ്ങനെ കവലയിൽ ഇങ്ങനെ പോയി ഇങ്ങനെ ഒറ്റക്ക് നിൽക്കാണ്. അപ്പൊ എനിക്കൊരു വിഷമം. എന്താണ്? ഞാൻ വിചാരിച്ച് എന്റെ അമ്മന്റെ ഒരു ആങ്ങളെന്റെ വീടല്ലേ കത്തണത്. ഒറ്റ അമ്മട അയ്യോ പാവത്തോന്നും കത്തല്ലേ. അപ്പൊ ഞാനൊരു ഐഡിയ അങ്ങോട്ട് പ്രയോഗിച്ച് കെടുത്തുന്നവര് കെടുത്തിക്കോട്ടെ വിചാരിച്ച് ഞാനൊരു ഐഡിയ പറഞ്ഞു. മണത്ത് എന്റെ മാമന്റെ പുരകത്ത് സീസൺ മണാനുള്ള വരുന്നേന്നാണ് പറഞ്ഞാൽ. നിങ്ങൾക്ക് അസുഖമില്ല എനിക്ക് ഉറപ്പായി. എന്നിട്ട് നാട്ടുകാരൊക്കെ ഇവിടെ പിടിച്ച് കെട്ടിട്ടിട്ട് പ്രാന്ത മാമന്റെ വീട് കത്തിച്ചോനെന്നൊക്കെ പറഞ്ഞ് കെട്ടിട്ടിന് എല്ലാരും കൂടെ. കെട്ടല്ല ചെയ്യണ്ടത്. ഇതൊക്കെ ആരൊക്കെയാണ്? ഇതൊക്കെ ആരാന്ന് മനസ്സിലായില്ലേ? ഇത് ബിജുവിന്റെ ആൾക്കാരാണ്. ബിജുവിന്റെ ആൾക്കാരാ. മറ്റേ കേസായപ്പോ ഇവിടുന്ന് ചർച്ച കൂടെ ആയിരിക്കും. ഉണ്ടായത് ഏത് ബിജു? അതല്ല, ബിജു രാധാകൃഷ്ണന്റെ കേസൊന്നും അല്ല. ഇത് ആക്ഷൻ ഹീറോ ബിജു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ ആക്ഷൻ ഹീറോ. ഇവരൊക്കെയാണുള്ളപ്പത്തെ ആക്ഷൻ ഹീറോമാര്. അതെല്ലാവർക്കും അറിയാം. ശരിക്കും നിങ്ങളെ പരിപാടിന്റെ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടുന്ന നമ്മുടെ
ആക്ഷൻ ഹീറോ ബിജുവിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇവരെല്ലാരും വന്നത്. പറഞ്ഞുവിടെ സോറി ബോസേ, ബോസേ ഒന്നും വിചാരിക്കല്ല ബോസേ, വിട്ട് പോയതാ ബോസേ. ഓക്കെ. ഭയങ്കര അഭിപ്രായം ബോസേ. പേരെന്താണ്? പേരെന്തിനു? അപ്പൊ ആക്ഷൻ ഹീറോ ബിജുലേ, നിങ്ങൾ അടിച്ച് പൊളി അഭിനയിച്ചിട്ടാ. പിന്നെ മറ്റേ നാഷണൽ അവാർഡ് ഇപ്പൊ ശരിക്കും കിട്ടി കഴിഞ്ഞാലേ. അല്ല ഞാൻ പറഞ്ഞു നടന്ന കാര്യമല്ലല്ലോ. നീ എന്തോ പറഞ്ഞു നടന്നത്? ഞാൻ പറയില്ല, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കിട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് തലക്ക് തകരാറാ, ഞാനത് പറഞ്ഞു നടക്കൂ. കുട്ടി ഉടങ്ങി. എന്റെ അവാർഡ് മര്യാദക്ക് തന്നല്ലേ നാട് മുഴുവൻ ഞാൻ പാട്ടായിക്കൂ. ഇവരോടൊക്കെ ഞാൻ മര്യാദക്ക് തന്നോളൂ. ഇത് പറഞ്ഞത് വേണ്ട. എന്താണ് ബാബേട്ടാ?